വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. നല്ല രീതിയിൽ എങ്ങനെ കൂന്തൽ അഥവാ കണവ റോസ്റ്റ് തയ്യാറാക്കാമെന്നും അതുപയോഗിച്ച് എങ്ങനെ കൂന്തൽ നിറയ്ക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ 250 ഗ്രാം കണവ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 4 കണവയുടെ സഞ്ചി ഭാഗം കൂന്തൽ നിറയ്ക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്യാതെ മാറ്റിവെക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കാം. 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തു വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് മിക്സ് ചെയ്ത് വെക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കണവ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് മസാലയുമായി നന്നായി മിക്സ് ചെയ്യുക. ഈ കൂന്തൽ ചൂടാകുന്നതനുസരിച്ച് ഇതിൽ നിന്നും വെള്ളം ഊറി വരാൻ തുടങ്ങും. ഈ വെള്ളമെല്ലാം ഊറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് ആയപ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം വറ്റി കണവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/8 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കൂന്തൽ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂണോളം കൂന്തൽ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ബാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിയിലിരിക്കുന്ന കൂന്തലിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരികിയത് കൂടി ചേർത്ത് നന്നായി ചൂടാക്കി എടുക്കാം. ഇതാണ് നമ്മൾ കൂന്തൽ നിറയ്ക്കുന്നതിന്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണവയുടെ സഞ്ചിയിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കാം. ഫില്ലിങ്സ് നിറയ്ക്കുമ്പോൾ സഞ്ചി ഫുള്ളായിട്ടും ഫില്ല് ചെയ്യരുത്. കണവ ചൂടാവുമ്പോൾ ഒന്ന് ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ നിറയെ ഫില്ല് ചെയ്ത് വെച്ചാൽ ഇത് ചുരുങ്ങുമ്പം ഇതിനകത്തിരിക്കുന്ന ഫില്ലിങ്സിന് ഇരിക്കാൻ സ്ഥലമില്ലാതെ വരികയും സഞ്ചി പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സഞ്ചി കുത്തി നിറച്ച് ഫില്ല് ചെയ്യരുത്. ലൂസായി മാത്രമേ ഫില്ല് ചെയ്യാവൂ. 4 സഞ്ചി മാറ്റി വെച്ച സമയത്ത് 4 തല കൂടി മാറ്റി വെക്കണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാറ്റി വെക്കാഞ്ഞത് കാരണം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തതിൽ നിന്ന് 4 തലകളാണ് ഇതിലെ ഫില്ലിങ്സിന്റെ മുകളിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സഞ്ചിക്കുള്ളിൽ ഫില്ലിങ്സിന് മുകളിലായി തല വെച്ച് തലയും സഞ്ചിയും കൂടി ചേർത്ത് ഈർക്കിൽ വെച്ച് കുത്തിവെക്കാം. ഇനി ഇവയെ നന്നായി ആവി വരുന്ന സ്റ്റീമറിലേക്ക് വെച്ച് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഗരം മസാലയും അല്പം വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന കണവയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കണവകൾ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്നു എന്ന് തോന്നിയാൽ ചെറുതായി ഒന്ന് അടച്ചു വെക്കാം. 2 സൈഡും ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.